എല്ലാവർക്കും ലിസാസ് ടൈലറിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ലൈനിങ് ബ്ലൗസിന്റെ കട്ടിംഗ് ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് ഇതിന്റെ ബ്ലൗസ് തയ്ക്കാനുള്ള തുണി. ഈ തുണി കൊണ്ടാണ് നമ്മൾ ബ്ലൗസ് തയ്ക്കുന്നത്. അതിന്റെ ലൈനിങ് തുണി 1 മീറ്ററാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ബ്ലൗസിന്റെ 32 ഇഞ്ച് നെഞ്ചളവും ബ്ലൗസിന്റെ ടോട്ടൽ ഇറക്കം 14 ഇഞ്ച്, കൈയുടെ ഇറക്കം 5.5 ഇഞ്ച്, അങ്ങനെയുള്ള ഒരു ബ്ലൗസാണ് ഞാൻ തയ്ക്കാൻ പോണത്. ആദ്യം ഞാൻ ഈ ലൈനിങ് തുണിയിൽ നിന്ന് ഇതിന്റെ കൈയാണ് വെട്ടിയെടുക്കുന്നത് കേട്ടോ. കൈ അപ്പോൾ ഇതിന്റെ ലൈനിങ് തുണിയുടെ വിടിയിക്കാത്ത ഭാഗം ഇത് ഇങ്ങനെ മടക്കിയിടുക. ഇങ്ങനെ മടക്കിയിട്ടിട്ട് നമ്മൾ 5.5 ഇഞ്ചാണ് ഈ ബ്ലൗസിന്റെ കൈയിറക്കം. അപ്പൊ അതിന് 6.5 ഇഞ്ച് നമ്മൾ ഇവിടെ നിന്ന് മുതൽ 6.5 ഇഞ്ച് അടയാളപ്പെടുത്താം. അതുപോലെ ഈ അറ്റത്തും 6.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഈ പോയിന്റിൽ നിന്ന് 4 ഇഞ്ചിൽ ഒരു പോയിന്റ് ഇടുക ഇവിടെ കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് ഈ 4 ഇഞ്ചിലേക്ക് ഇങ്ങനെ ഇതുപോലെ വരയ്ക്കുക. അപ്പൊ ഇതുപോലെ വരച്ചിട്ട് ഇതിന്റെ കൈ വെട്ടിയെടുക്കണം കേട്ടോ. ഇവിടെ നമ്മൾ ഒരു പോയിന്റ് ഇടണം. പിന്നെ നമ്മുടെ ഇതിന്റെ റിഗാള് 15.5 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ പിടിച്ചിട്ട് 15.5 എന്ന് പറയുമ്പോൾ 16ലേക്ക് 8 ഇഞ്ചിൽ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് ഇടണം, ഒരു കട്ടിങ് കൊടുക്കണം. ആ കട്ടിങ്ങിൽ നിന്ന് നമ്മൾ മുകളിലത്തെ 2 ലെയർ മാത്രം എടുക്കുക. അടിയിലത്തെ എടുക്കാണ്ട് മുകളിലത്തെ 2 ലെയർ എടുത്തിട്ട് ഈ കട്ടിങ്ങിൽ നിന്ന് നമ്മൾ ഇവിടെ കുഴിച്ചു വെട്ടണം. ഇതുപോലെ കുഴിച്ചു വെട്ടണം. അപ്പോൾ ഈ ബ്ലൗസിന്റെ ലൈനിങ് വെട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ നല്ല തുണിയിൽ വന്ന് ഇത് വെച്ചിട്ട് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ അറ്റം ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ടിട്ട് നമ്മൾ വെട്ടി വെച്ചേക്കണ ഈ കൈ ഉണ്ടല്ലോ, അത് ഇതുമ്മ വെക്കുക. ഈ ലൈനിങ് ഇതിന്റെ മീതെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് ഇതിനേക്കാളും കുറച്ച് കൂടുതൽ എടുത്ത് വെട്ടിയിടണം. എന്നിട്ട് നമ്മൾ തയ്ച്ചു കഴിയുമ്പോൾ കൂടുതൽ വരുന്നത് വെട്ടിക്കളയാം. 4 ഇഞ്ചായാലും മതി. തുണി അധികം ഉണ്ടെങ്കിൽ 1/2 ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല. ഇവിടെയും അതുപോലെ ഒരു 4 ഇഞ്ച് കൂടുതൽ ഇടുക. കാരണം ഇതിന് വീതി കുറവാണല്ലോ. അപ്പോൾ ഒരു 4 ഇഞ്ച് കൂടുതൽ അവിടെ ഉണ്ടെങ്കിൽ ഇടുക, തുണി ഉണ്ടെങ്കിൽ. എന്നിട്ട് ഇതുപോലെ ഇവിടെയും ഇതിന്റെ നടുഭാഗം അടയാളപ്പെടുത്തുന്നതാണ് ഇവിടെ പോയിന്റ് അടയാളപ്പെടുത്തുക. അപ്പൊ കൈയുടെ ലൈനിങ്ങും വെട്ടിയെടുത്തു, നല്ല ഭാഗം വെട്ടിയെടുത്തു കേട്ടോ. നല്ല തുണിന് അപ്പൊ കൈ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുള്ള ആ ഭാഗം ഉണ്ടല്ലോ, അതാണ് നമ്മൾ ബാക്ക് വെട്ടാൻ വേണ്ടി ഇടേണ്ടത് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഇവിടെ വിടിയിച്ചിട്ടില്ല. ഇതിന്റെ മീതെ നമ്മുടെ ലൈനിങ് തുണി ഇടുക. ലൈനിങ് തുണിയുടെയും ഈ വിടിയിക്കാത്ത ഭാഗം തന്നെ ഇതിന്റെ ഒപ്പം ഇങ്ങനെ ഇടുക. ഇട്ടിട്ട് നമ്മൾ ഇനി ബാക്കാണ് വെട്ടാൻ പോണത്. അപ്പോൾ 14 ഇഞ്ച് ഇറക്കണമെങ്കിൽ 15 ഇഞ്ചിൽ ഇവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതിന്റെ ഷോൾഡർ നമ്മൾ 6 ഇഞ്ചാണ് എടുക്കണം. 32 ഇഞ്ച് നെഞ്ചാൾ വിലയുള്ളൂ. അപ്പോൾ 6 ഇഞ്ച് എടുത്താൽ മതി ഷോൾഡർ. 6 ഇഞ്ചിൽ ഇവിടെ ഒരു പോയിന്റ് ഇടുക. പിന്നെ 32 ഇഞ്ച് നെഞ്ചളവാകുമ്പോൾ 32 + 6 അപ്പോൾ 38. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.5 വരും. 9.5 അതിന്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടിയും കൂടുതൽ എടുത്താൽ മതി. അപ്പോൾ 9.5. അപ്പോൾ 10 ഇഞ്ചിൽ ഒരു പോയിന്റ് കൂടി ഇടുക. ഇവിടെ നമ്മൾ 6 ഇഞ്ചാണല്ലോ ഇതിന്റെ ഷോൾഡർ എടുത്തേക്കണേ, അത്ര തന്നെ അടിയിലേക്കും എടുക്കുക. 6 ഇഞ്ച് തന്നെ. എന്നിട്ട് ഇവിടെ 3 ഇഞ്ചിലെത്തുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനത്തെ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ഇവിടേക്ക് വരച്ചാൽ മതി കേട്ടോ. അതുപോലെ നെക്ക് ഇനി അടയാളപ്പെടുത്തുമ്പോൾ നെക്കിന്റെ വിഡ്ത്ത് 2.25 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. നെക്കിന്റെ ഇറക്കം ഒരു 7.5 ഇഞ്ച്. അതും ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് റൗണ്ട് കഴുത്താണ് ഇട്ട് തയ്ക്കുന്നത്. ഇനി നമുക്കിത് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത്തിരി വൈഡ് കഴുത്ത് വേണ്ട ആൾക്കാർക്കാണ് 2.25 എടുക്കണം, അല്ലെങ്കിൽ 2.5 ആയാലും മതി കേട്ടോ. ഒതുക്കി കഴുത്ത് വേണമെന്നുള്ളവർക്ക് 2.5 എടുത്താൽ മതി. ബാക്ക് വെട്ടിയെടുത്ത് കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് ഫ്രണ്ട് വെട്ടാനായിട്ട് ഇതിന്റെ റിഗാൾ ഉണ്ടല്ലോ, റിഗാള് ഇങ്ങനെ ഇടണം.
ഇവിടേക്ക് ഏകദേശം ഇങ്ങനെ ഒപ്പം വരെ എത്ര കയറ്റിയിടാൻ പറ്റുന്ന വെച്ചാൽ അത്രയും കയറ്റിയിടാം. അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതുമ്മ കറക്റ്റിൽ ഇതിൽ തന്നെ ഇങ്ങനെ ഷോൾഡറിൻ്റെ അവിടെ വരയ്ക്കുക, റിഗാളിൻ്റെ അവിടെയൊക്കെ ഇതിൻ്റെ സെയിം തന്നെ വരയ്ക്കുക. ഇത്ര തന്നെ മതി, ഫ്രണ്ടും കൂടുതൽ എടുക്കണ്ട. ഇതിൻ്റെ ബാക്കിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് ഒരു 3.5 ഇഞ്ച് കയറ്റിയിട്ട് ഇവിടെ ഒരു അടയാളം ഇടുക. അതുപോലെ ഇവിടെയും ഇങ്ങനെ വരയ്ക്കുക. വരച്ചിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ ഇറക്കം 7 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 7 ഇഞ്ചിൽ ഇവിടെ ഒരു പോയിന്റ് ഇടുക. ഇത് ഇറക്കമൊക്കെ നല്ലോണം വേണം എന്നുള്ള ആൾക്കാർ കണ്ടിട്ട് 7 ഇഞ്ച് അല്ലെങ്കിൽ 6.5, 6 അങ്ങനെ പല ആളുകളുടെ അതനുസരിച്ച് എടുക്കുക. അത് നല്ല ഉയരമുള്ള ആളുടെ കാരണം 7 ഇഞ്ച് വേണം അവർക്ക്. അപ്പോൾ 7 ഇഞ്ച് തന്നെ നെക്കിൻ്റെ ഇറക്കം എടുക്കുക. ഇനി ഇത് ബ്ലൗസിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ കൈക്കുഴി ഒന്ന് കുഴിച്ചു വെട്ടണം കേട്ടോ. അപ്പോൾ നമ്മൾ 6 ഇഞ്ചല്ല എടുത്തത്. അപ്പോൾ ഏകദേശം ഒരു 3 ഇഞ്ചിൽ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് ഒരു പോയിന്റ് ഇടുക. എന്നിട്ട് ഇതുപോലെ ഇതിങ്ങനെ വരയ്ക്കണം കേട്ടോ. എന്നിട്ട് അതിൽ വേണം നമുക്ക് വെട്ടിയെടുക്കാൻ. പിന്നെ നമ്മൾ ടക്ക് പോയിന്റ് ആണ്. 9 ഇഞ്ചാണ് ഈ ബ്ലൗസിന്റെ ടക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഷോൾഡർ മുതൽ ടക്ക് പോയിന്റ് വരെയുള്ള അകലം നമ്മൾ അളവെടുത്തേക്കുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ 1/2 ഇഞ്ച് ഇവിടുത്തെ തയ്യൽ തുമ്പടക്കം 9.5 ഇഞ്ചിൽ ഇവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്താം. 9.5 ഇഞ്ചിൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്താം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3.5 ഇഞ്ച് മതി കേട്ടോ. 32 ഇഞ്ചല്ല ഇഞ്ചളവുള്ളൂ. അപ്പോൾ 3.5 ഇഞ്ചിൽ ഈ 9.5യും ഈ 3.5യും കൂട്ടി ഈ പോയിന്റിലെത്തി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ഒരു 3.5 ഇഞ്ച് അടിച്ചു പോകാൻ എല്ലാടക്കം 3.5 ഇഞ്ച് മതി. അപ്പോൾ ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ടക്ക് ഉണ്ടാവും. ഈ ടക്കിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ച് മതി. 1.5 ഇഞ്ചിൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. ഇതിലേക്ക് ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ നേരെ ഒരു ലൈൻ വരയ്ക്കാട്ട് ഇതിലേക്ക്. ഇനി ഇവിടെ നിന്ന് നമ്മളിവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അതിലേക്ക് ഇങ്ങനെ വരയ്ക്കുക. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ലൈനിങ്ങും ഉണ്ട്. അത് ഒരുമിച്ച് നമ്മൾ ആദ്യമേ ഇട്ടതാണ്. ഒരുമിച്ച് ഇത് വെട്ടി ഇങ്ങോട്ട് കിട്ടും കേട്ടോ. ഇത് വെട്ടിയെടുക്കാം. ഇപ്പോൾ ഫ്രണ്ട് വെട്ടിയെടുത്തു, ബാക്കും വെട്ടിയെടുത്തു കേട്ടോ. ഫ്രണ്ട് നമ്മൾ വെട്ടിയെടുത്തു വെച്ചാൽ നെക്കൊക്കെ നല്ല വൈഡ് വേണം, ഇറക്കം വേണം എന്നുള്ള കാരണമാണ് ഇത്രയും ഇതിൽ വെട്ടിക്കണേ. ഇനി നമ്മളിവിടെ ഇങ്ങനെ വരച്ചിട്ടുണ്ടല്ലോ, ഇതിൽ നമ്മളിങ്ങനെ പിടിക്കുക. ഇങ്ങനെ ആ സ്ട്രെയിറ്റ് ലൈനുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ചാണ് വേണ്ടത്. ഈ ഇവിടെ നിന്ന് 1.5 ഇഞ്ചിൽ ഇങ്ങനെ ഒരു പോയിന്റ് ഇടുക. പോയിന്റ് ഇട്ടിട്ട് ഈ എല്ലാം ഇതിൻ്റെ അടിയിലത്തെയും കൂടി എല്ലാം കൂടി പിടിച്ചിട്ട് ഇങ്ങനെ ഒരു കട്ടിങ് കൊടുക്കാം കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ വെട്ടി കളയാം. വെട്ടി കളയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടക്ക് ഇടുമ്പോൾ കറക്റ്റ് ഇതിൽ പിടിച്ചിട്ട് ഇവിടെ വരെ അടിക്കാനാണ്. അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേണം നമ്മളുടെ ഈ ടക്കിൻ്റെ ഇവിടെ ഒരു വര വരച്ചിട്ടില്ലേ, അവിടെയും നമ്മൾ ഇതുപോലെ പിടിച്ചിട്ട് ഒരു കട്ടിങ് കൊടുക്കാം. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഇതാണ് നമ്മുടെ ടക്ക് പോയിന്റ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് 1.25 ഇഞ്ച് നീക്കിയിട്ട് ഇവിടെ ഒരു പോയിന്റ് ഇടുക. ഇവിടെ നിന്ന് 1.25 ഇഞ്ച് നീക്കിയിട്ട് ഒരു പോയിന്റ് ഇടുക. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് ഇതിലേക്ക് ഇങ്ങനെ പിടിക്കുകയാണ് ചെയ്യണം. ഇവിടെ ഒരു ടക്ക് ഉണ്ട്, ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ ഒരു വരയമ്മ ഇവിടെ ആയിട്ടൊരു പോയിന്റ് ഇടാം. ഇവിടെയും ഒരു കട്ടിങ് കൊടുക്കാം. ഇത് ഇവിടേക്ക് ഇങ്ങോട്ട് ഒരു ടക്ക് ഉണ്ട്, ഇവിടെ ഒരു കട്ടിങ് കൊടുക്കാം. ഇങ്ങനെ തയ്ക്കുമ്പോൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഷോൾഡർ കുറച്ച് വിടന്ന് ഇങ്ങനെ വെട്ടേണ്ടി വരും. അത് ഞാൻ തയ്ക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും വെട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ പട്ടകളാണ് വെട്ടേണ്ടത്. അപ്പോൾ നമ്മൾ കഴുത്ത് വെട്ടിയിട്ടുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, ബാക്ക് കഴുത്ത് വെട്ടിയ ഈ ഭാഗം, ഇത് നമ്മൾ ഇതിങ്ങനെ വെട്ടിയെടുക്കുക. ഇതാണ് നമ്മുടെ ഹുക്കും ഹോളൊക്കെ തുന്നാനുള്ള പട്ടയിൽ വീതിയുള്ള പട്ട, വീതി കുറഞ്ഞ പട്ട. ഇതിൻ്റെ ലൈനിങ്ങും വേണം, രണ്ടും വേണം. അപ്പോൾ ഒരെണ്ണം കുറച്ച് വീതിയുള്ളതായിട്ട് വെട്ടിയെടുക്കുക, രണ്ടടക്കം. ഇത് വീതി കുറഞ്ഞത്, ഇത് വീതിയുള്ള. അപ്പോൾ വീതിയുള്ള പട്ടയും വീതി കുറഞ്ഞ പട്ടയും കഴിഞ്ഞു.
ഇനി നമ്മൾ ഫ്രണ്ടിൽ ടക്കിന്റെ അവിടെ വെക്കണ പട്ടയുണ്ട്. ആ പട്ട ഈ തുണികളിൽ നിന്ന് വേണം വെട്ടിയെടുക്കാൻ കേട്ടോ. ഈ ബ്ലൗസിന്റെ നമുക്ക് അരവണ്ണം എന്ന് പറയുന്നത് 27 ഇഞ്ചാണ്. അപ്പോൾ 7 ഇഞ്ച് 7 4 28 7 പിന്നെ ഒരു 2 ഇഞ്ച് കൂടുതൽ എടുക്കുക. അപ്പോൾ 9 ഇഞ്ച് മതി ഇതിന്റെ നീളം. ഒമ്പത് ഇഞ്ച് നീളം. അതുപോലെ 4 എണ്ണം വേണം. ഇതിപ്പോ 2 എണ്ണം ആയിട്ടുള്ളൂ. അപ്പൊ ഇതിന്ന് 2 എണ്ണം കൂടി വെട്ടിയെടുക്കാം. നീളം മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ കേട്ടോ. വീതി നമ്മൾ ഇതിനെ കുറച്ച് ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. വെട്ടിയെടുത്തിട്ട് ഇതുപോലെ ഷേപ്പില്, കൃത്യം അളവൊന്നും നോക്കണ്ട, ഇതുപോലെ ഷേപ്പിൽ ഇത്രയും ഒരു കുറച്ച് വീതിയിൽ, ഇവിടെ ഒരു 4 ഇവിടെ 3.5 എന്നുള്ളതിൽ നമുക്ക് ഇത് തയ്ച്ചു കഴിഞ്ഞിട്ട് അതിന്റെ വെച്ച് നോക്കി എത്ര വേണമെന്ന് വെച്ചാൽ വെട്ടിക്കളയാം. അതാണ് കൂടുതൽ എളുപ്പം. അല്ലെങ്കിൽ പിന്നെ കറക്റ്റ് അളവെടുത്ത് വെട്ടി കഴിയുമ്പോൾ ചിലപ്പോൾ എത്തായിക വരികയൊക്കെ ചെയ്യും. അപ്പൊ ഇത് 4 എണ്ണം നല്ല തുണിയുണ്ട്. ഇതുപോലെ 4 തുണി ലൈനിങ്ങുമെന്നും വെട്ടണം കേട്ടോ. നമുക്ക് ലൈനിങ് ബാക്കിയുള്ളത് ഇതുമെന്ന് നമുക്ക് 4 തുണി 4 പീസ് ഇതുപോലെ തന്നെ വേണം. അപ്പൊ ഇത് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഈ പിടിക്കാത്ത ഭാഗത്തുനിന്ന് വെട്ടരുത്. അവിടെ നമുക്ക് ക്രോസ് വെട്ടേണ്ടതാണ്. അപ്പൊ ഈ ഭാഗത്തുനിന്ന് ഇതിട്ടിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കാം. അപ്പൊ 4 4 8 പീസ് നമുക്ക് ഇതിന് കിട്ടി. പിന്നെ നമ്മൾ ബാക്ക് പട്ടയാണ് വേണ്ടത്. ബാക്ക് പട്ട ഇതിന്ന് നീളം കുറവാണെങ്കിൽ ഇങ്ങനെ ഒരു കഷ്ണം വെട്ടിയെടുക്കുക. തേരോട് കൂടി വെട്ടിയാൽ മതി. തേര് പിന്നെ മടക്കിയടിക്കൊന്നും വേണ്ട. ഇതാണ് ബാക്ക് പട്ട. ഇനി ക്രോസ് ആണ് നമുക്ക് വേണ്ടത്, കഴുത്തിലേക്ക് വെക്കാനുള്ള ക്രോസ്. അപ്പൊ അതിന് ഇങ്ങനെ ഒരു പീസ് ഇതിൽ വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ക്രോസ് വെട്ടിയെടുക്കാം. ക്രോസ് പീസ് വെട്ടിയെടുക്കുമ്പോൾ ഇവിടുത്തെ ഈ വര ശരിക്കും ഇതുപോലെ തന്നെ ഇങ്ങനെ സ്ക്വയർ പോലെ ഈ വര ഇങ്ങനെ വരണം. ഇങ്ങനെ എന്നാലാണ് നമുക്ക് ശരിക്കും ക്രോസ് ആവുള്ളൂ. അപ്പൊ ഈ വര ഇങ്ങനെയും വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ക്രോസ് കിട്ടുക. ക്രോസ് ഒരു 1.25 ഇഞ്ച് വീതിയിൽ ക്രോസ് വെട്ടിയെടുക്കുക. ഈ 2 പീസ് മതിയാവും, നല്ല നീളമുള്ള കാരണം. അപ്പോൾ എല്ലാതും വെട്ടി കഴിഞ്ഞു കേട്ടോ. കട്ടിങ് എല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. മനസ്സിലായെന്ന് വെച്ചാൽ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.